മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ചേർച്ചുകൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള കഥകളൊക്കെ എങ്ങനെയാ, അതിന്റെ ഇൻഫർമേഷൻ എങ്ങനെയാ കിട്ടുന്നത്? എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചേർച്ച് ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്ത് തുടങ്ങിയ ഒരു ഇൻഫ്ലുവൻസർ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2 years ബാക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശില് ഇത്രയും മനോഹരമായിട്ട് വ്യൂ പോയിന്റ് ഉള്ള ഒരു പള്ളിയുള്ളത് നിങ്ങൾക്ക് അറിയോ? ആദ്യം ഈ പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളി തന്നെയാണ് നമ്മൾ പോയി ചെയ്തത്, നമുക്ക് അറിയാലോ. പിന്നെ അങ്ങനെ നമ്മൾ ചെയ്തു. പിന്നെ ആളുകൾ നമുക്ക് അയക്കാൻ തുടങ്ങി, ചേച്ചി ഞങ്ങളുടെ പള്ളി ഇതാണ്, ഞങ്ങളുടെ പള്ളിക്ക് ഇങ്ങനെ ഒരു കഥയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആരക്കുഴ എന്നൊക്കെ പറഞ്ഞൊരു പള്ളിയുണ്ട് നമ്മുടെ മൂവാറ്റുപുഴയൊക്കെ അടുത്താണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒത്തിരി രസമുള്ള കഥകളാണ്, ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ കഥകൾ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ആദ്യം ഞാൻ ഫോക്കസ് ചെയ്തത് പള്ളികൾ എടുക്കുമ്പോൾ അതിന്റെ ആർക്കിടെക്ചർ ആയിരുന്നേ. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാ പള്ളികൾക്കും ഒരേ ആർക്കിടെക്ചർ ആണ് വരുന്നത്. അതെ, ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു അമ്പലം അല്ലെ ഒരു പള്ളി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു തനതായ ഒരു രീതിയുണ്ട്. നമുക്ക് എല്ലാം അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെയാണ് ഈ കഥകളിലേക്ക് വന്നത്. അപ്പൊ ഓരോന്നിന്റെ ബിഹൈൻഡും രസകരമായ കഥകളുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നും. ആ എക്സൈറ്റ്മെന്റ് അതേ എക്സൈറ്റ്മെന്റോട് കൂടി ആളുകളിലേക്കും എത്തിക്കാൻ പറ്റാന്ന് പറഞ്ഞാലും ഒരു സംഭവമാണല്ലോ ഓർത്ത് അങ്ങനെയാണ്